ആണ് കണ്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പരിശോധന പ്രത്യേക അന്വേഷണ സംഘം നടത്തി. തിരുവനന്തപുരം കാരേറ്റുള്ള വീട്ടിലായിരുന്നു പരിശോധന. രേഖകൾ, മൊബൈൽ, ലാപ്ടോപ്പ് എന്നിവ പരിശോധിച്ചു. അഭിലാഷ് ആറ്റിങ്ങൽ വിവരങ്ങൾ നൽകും. അഭിലാഷ്, ഇത് എത്ര മണിക്കൂർ നീണ്ടു? എന്തെങ്കിലും പ്രത്യേകിച്ച് പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായോ? ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് കാരേറ്റ് പൊളിമാത്തുള്ള ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ വീട്ടിൽ പരിശോധന ആരംഭിച്ചത്. SIT DYSP സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടന്നത്. പരിശോധന ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. ഇപ്പോഴും പരിശോധന തുടരുകയാണ്. കിളിമാനൂർ പോലീസും കിളിമാനൂർ വില്ലേജ് ഓഫീസറും ഇപ്പോൾ സ്ഥലത്തുണ്ട്. വാർഡ് അംഗവും ഈ ഭാഗത്ത് തന്നെയുണ്ട്. എന്നാൽ ഇതിനകത്ത് നടക്കുന്ന പരിശോധന സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ അധികൃതർ പുറത്ത് ആരോടും പറഞ്ഞിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛൻ, അമ്മ, ഭാര്യ എന്നിവരാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. ഇവരോടും പോലീസ് വിവരങ്ങൾ തിരക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ കുറച്ചുകൂടി കഴിയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നും കഴിയുന്നു. എന്നുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലാണ് പരിശോധന നടത്തിയത്. പ്രത്യേക അന്വേഷണ സംഘം രേഖകൾ, ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ളവ പരിശോധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് അതിൽ കണ്ടെത്തൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ വ്യക്തമാകുന്നതേ ഉള്ളൂ. വിവാദങ്ങൾ ഭഗവാനെയും ശബരിമലയെയും ബാധിക്കില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. തിരക്ക് കണക്കിലെടുത്തുള്ള ക്രമീകരണങ്ങൾ സന്നിധാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായിട്ടുള്ള ക്രമീകരണങ്ങൾ പുരോഗമിക്കുകയാണെന്നും പ്രശാന്ത് പ്രതികരിച്ചു. വിവാദങ്ങളൊന്നും ഭഗവാനെ ബാധിക്കില്ല. ഭക്തജനങ്ങളിലേക്ക് ഇങ്ങനെ സുഗമമായി ദർശനത്തിൽ എത്തിക്കൊണ്ടേയിരിക്കും. ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധമായ ക്രമീകരണങ്ങളും ഇവിടെ ആയിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇന്നും നാളെയും കൊണ്ട് ആ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാകും.